അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. ഹർഷന് നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ മോളെ? അമ്മയുടെ ആകുലതയോടെയുള്ള ചോദ്യം കേൾക്കെ അവൾക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കെട്ടി ഒരു രാത്രി കഴിയും മുന്നേ ഇതൊക്കെ എങ്ങനെ ഗണിച്ചറിയാനാ? വൈഗ മുറുമുറുത്തു. നിന്റെ ഇഷ്ടത്തോടെ നടന്ന വിവാഹമല്ലെന്ന് അമ്മക്ക് നന്നായിട്ടറിയാം. പക്ഷെ നീ ഹർഷനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ ചേച്ചി കാരണം എത്ര അനുഭവിച്ചു ആ പാവം. ചേച്ചിയെ കൊണ്ടല്ല, നിങ്ങളെ കൊണ്ടാണ് ഹർഷേട്ടൻ അനുഭവിച്ചത്. ഒരുപാട് വട്ടം വിദ്യ ചേച്ചി കരഞ്ഞു പറഞ്ഞതല്ലേ ചേച്ചി വേറെ ഒരാളുമായി ഇഷ്ടത്തിലാണെന്ന്. എന്നിട്ട് നിങ്ങൾ ജാതിയും പണവും മറ്റു കാരണവും കണ്ടെത്തി അടിച്ചും ചീത്ത പറഞ്ഞും ആത്മഹത്യ ഭീഷണി മുഴക്കുകയല്ലേ ചേച്ചിയെ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. ചോദിക്കുമ്പോൾ വൈഗ ദേഷ്യം കൊണ്ട് വിറച്ചു പോയിരുന്നു. മോളെ ഒന്ന് പതുക്കെ പറ, ഹർഷൻ കേൾക്കും. അമ്മക്കും അച്ഛനുമെല്ലാം ഇപ്പോഴും ദുരഭിമാനമാണ് വലുത്. അതും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ? എന്നെയും ചേച്ചിയെയല്ല നിങ്ങൾ വളർത്തി വലുതാക്കിയത് അറവുമാടുകളെ പോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാനാണോ? വൈഗക്ക് ദേഷ്യം കൊണ്ട് ഉടൽ വിറച്ചു. നാളെ ഹർഷേട്ടൻ്റെ കൂടെ ഞാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്നെക്കൊണ്ടുള്ള ശല്യവും ഒഴിയുമല്ലോ. വൈഗ വെറുപ്പോടെ അമ്മയെ നോക്കി അകത്തേക്ക് നടന്നു. അന്നേരം അത്രയും അവളുടെ ഉള്ളിൽ ചേച്ചിയുടെ മുൻ ഭർത്താവിനെ വരനായി സ്വീകരിക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്തുള്ള ദേഷ്യമായിരുന്നു. ഒരു നിമിഷം മുഖം ഒന്ന് തിരിക്കവേ മുന്നിൽ നിൽക്കുന്ന രൂപത്തിലേക്ക് നോക്കവേ വൈഗയുടെ മുഖം താഴ്ന്നുപോയി. ഹർഷൻ കൈകൾ രണ്ടും പിണച്ചു കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അന്നേരം വൈഗ, അവൻ ആർദ്രമായി ഒന്ന് വിളിച്ചു. നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവൻ കാണാതെ പ്രയാസപ്പെട്ട് വൈഗ തുടച്ചു കളഞ്ഞു. നിനക്കും എനിക്കും പരസ്പരം അംഗീകരിച്ച് ജീവിക്കാൻ പ്രയാസമാണ്. നീ എന്നൊരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തും ഞാൻ തന്നെ അനിയത്തിയായുമാണ് നാളെ ഇതുവരെ കണ്ടത്. എല്ലാം ശരിയാണ് വൈഗ. വിദ്യയുടെ വിയോഗത്തിൽ നിന്നും ഞാൻ ഇതുവരെ കരകയറിയിട്ട് പോലുമില്ല. പക്ഷേ എൻ്റെ മോൻ, അവനെ ഓർത്തു മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. മറ്റൊരു സ്ത്രീ എൻ്റെ ജീവിതത്തിലോട്ട് വന്നാൽ എൻ്റെയും വിദ്യയുടെയും കുഞ്ഞിനെ സ്വന്തമായി കണക്കാക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ താനാണെങ്കിൽ... വൈഗ തുറിച്ച കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഹർഷൻ പറയാൻ വന്നതുപോലും മറന്നുപോയി. കുഞ്ഞിനെ നോക്കാനായിരുന്നുവെങ്കിൽ പണം കൊടുത്ത് ആരെങ്കിലും ജോലിക്ക് വെച്ചാൽ മതിയായിരുന്നല്ലോ. എന്നെന്തിനാ ഇതിലോട്ട് വലിച്ചിട്ടത്? എൻ്റെ ജീവിതം കൂടി തകർത്തിട്ട് ഒരു ന്യായം പറച്ചിൽ കുഞ്ഞിനെ നോക്കാനാണെന്ന് പോലും. വൈഗ ഹർഷന് നേരെ പൊട്ടിത്തെറിച്ചു. വൈഗേ! ശാസനയോടെയുള്ള അച്ഛൻ്റെ സ്വരം കേൾക്കെ വൈഗയുടെ ശബ്ദം നിലച്ചുപോയി. നീ ഹർഷനോട് എന്തൊക്കെയായി പറയുന്നതെന്ന് നിനക്ക് ധാരണ ഉണ്ടോ? അച്ഛൻ്റെ അധികം ഒച്ച എടുക്കണ്ട. ഇങ്ങനെ ശബ്ദം ഉയർത്തിയും ഭീഷണിപ്പെടുത്തിയും നിങ്ങളുടെ വാശിയൊക്കെ നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞല്ലോ. ഹർഷനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് വൈഗ വേഗത്തിൽ മുറിയിൽ കയറി വാതിലടച്ചു. മുറിയിൽ ഫാനിൻ്റെ നേർത്ത കാറ്റിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ കാണെ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. ചേച്ചിക്ക് കുഞ്ഞുണ്ടായി എന്നറിഞ്ഞപ്പോൾ ഏറെ സന്തോഷിച്ചത് താനാണ്. പക്ഷേ ഇപ്പോൾ മുതിർന്നവരോടുള്ള വൈരാഗ്യം മുഴുവൻ ആ കുഞ്ഞിലേക്കും പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഒട്ടിയ വയറുമായി കിടക്കുന്ന കുഞ്ഞ് അന്നേരവും അമ്മയുടെ മാറിടങ്ങളെ ചുണ്ടുകൾ കൊണ്ട് തേടുന്നുണ്ടായിരുന്നു. മുലപ്പാലിൻ്റെ മാധുര്യം എന്നേക്കുമായി തനിക്ക് നിഷേധിക്കപ്പെട്ടു പോയി എന്ന് അന്നേരവും ആ കുഞ്ഞിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വൈഗക്ക് പക്ഷേ ആ കുഞ്ഞിനോട് ഒരു തരി പോലും അന്നേരം ദയ തോന്നിയില്ല. ഉള്ളിൽ മുഴുവൻ സാഗറായിരുന്നു. ഇരുവരും സ്വന്തം കാലിൽ നിന്നിട്ട് വിവാഹം എന്നായിരുന്നു വൈഗയുടെയും സാഗറിൻ്റെയും തീരുമാനം. പക്ഷെ അച്ഛൻ്റെ ആത്മഹത്യ ഭീഷണിക്ക് മുന്നിൽ തനിക്ക് പലതും ഉപേക്ഷിക്കേണ്ടി വന്നു. പലതും ആലോചിക്കും തോറും വൈഗ തേങ്ങി കരഞ്ഞുപോയി. കൂടിയാൽ 1 വർഷം. അതിനുള്ളിൽ സകല ബന്ധങ്ങൾ ഒഴിവാക്കി ഹർഷനിൽ നിന്നും നിയമപരമായി വിവാഹമോചനം തേടുമെന്ന് അവൾ മനസ്സുകൊണ്ട് അന്നേരം ഉറപ്പിച്ചിരുന്നു. പുതിയൊരു രോഗം തനിക്ക് മുന്നിൽ തുറന്നു വരുന്ന പോലെയാണ് വൈഗക്ക് അന്നേരം തോന്നിയത്. ഒരു ഉൾനാട്ടിൽ താമസിച്ച് ശീലമായതുകൊണ്ട് തന്നെ ഏറെക്കുറെ ടൗണിലെ കാഴ്ചകൾ അവളെ അമ്പരിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ പഠനം കഴിഞ്ഞ് താനും ചേച്ചി ഒരുപാട് വാശി പിടിച്ചതാണ് ടൗണിൽ പഠിക്കാൻ വേണ്ടി. പക്ഷെ അച്ഛന് അതൊന്നും താല്പര്യമില്ലായിരുന്നു. പെൺകുട്ടികൾ രക്ഷിതാക്കളുടെ കണ്ണകലത്തിൽ നിന്നാൽ
പിഴച്ചു പോവും എന്നൊരു ചിന്താഗതിയായിരുന്നു അച്ഛനും അമ്മക്കും. അതുകൊണ്ട് സ്കൂൾ ജീവിതവും കോളേജുമെല്ലാം ആ കാട്ടുമുക്കിൽ ഒതുങ്ങിപ്പോയി. കാർ ഒരു പടുകൂറ്റൻ ഫ്ലാറ്റിനരികിലേക്ക് നിർത്തിയപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത്. വൈഗ, താൻ ഇറങ്ങ്. ഹർഷൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഒപ്പം വൈഗയും. ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ വൈഗ ഒന്നും നോക്കുകകൂടെ ചെയ്തില്ല. ഹർഷൻ ഒരു നെടുവീർപ്പോടെ കുഞ്ഞിനെ എടുത്ത് തോളിലേക്കിട്ടു. ഡിക്കി തുറന്ന് ഒരു കയ്യിൽ ഒരു ബാഗും തൂക്കി. എൻ്റെ ലഗേജ് ഞാൻ എടുത്തോളാം. വൈഗ തൻ്റെ ബാഗ് എടുത്ത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞിരുന്നു. ഹർഷൻ മടുത്തൊന്നും പറയാതെ മുന്നോട്ട് നടന്നു. അവനെ പിന്തുടർന്ന് വൈഗയും. വിശാലമായ ഫ്ലാറ്റിൻ്റെ അകം കാണെ അവൾക്ക് അത്ഭുതം തോന്നി, കൂടെ സങ്കടവും. ചേച്ചിക്ക് ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗമുണ്ടായില്ലല്ലോ എന്ന്. ചേച്ചി ഇപ്പോൾ ജീവിച്ചു ഇരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഹർഷേട്ടനും കുഞ്ഞിനുമൊപ്പം അവൾക്ക് സ്വർഗമായിരുന്നേനെ. ഒതുങ്ങിയ സ്വഭാവവും വിനയവും പക്വതയും എല്ലാം കൂടെ തികഞ്ഞൊരു മനുഷ്യനാണ് ഹർഷേട്ടൻ. തീർച്ചയായും ഹർഷേട്ടനെ കിട്ടിയതിൽ ചേച്ചി ഭാഗ്യവതി തന്നെയായിരുന്നു. പക്ഷേ എനിക്കൊരിക്കലും ഹർഷേട്ടനെ ഭർത്താവായി കാണാൻ സാധിക്കില്ല. ഉള്ളു മുഴുവൻ സാഗറാണിപ്പോഴും. എൻ്റെ ലോകത്ത് ഹർഷേട്ടൻ ഇപ്പോഴും ഒരു കൂടപ്പിറപ്പിൻ്റെ സ്ഥാനമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ശവത്തിൽ ചവിട്ടിയെ തനിക്ക് സാഗറിനൊപ്പം ഒരു ജീവിതമുള്ളൂ എന്ന തിരിച്ചറിവാണ് തന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുഞ്ഞ് നിർത്താതെ കരയുന്നത് കേൾക്കുന്നത്. ഇത്ര ദൂരം വന്നതല്ലേ, അതിന് വിശന്നു തുടങ്ങിയിട്ടുണ്ടാകും. ഒന്ന് എത്തി നോക്കിയപ്പോൾ അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ചുണ്ട് പിളർത്തി തന്നെ നോക്കുന്നുണ്ട്. ഹർഷേട്ടൻ ബാത്റൂമിലാണെന്ന് തോന്നുന്നു. വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാനുണ്ട്. തന്നെ നോക്കി കരയുന്ന കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ ലാളിച്ച് അതിൻ്റെ കരച്ചിൽ അടക്കാനോ വൈഗക്ക് തോന്നിയില്ല. എന്തോ മറ്റുള്ളവരോടുള്ള അതേ ദേഷ്യം ഇപ്പോൾ ആ കുഞ്ഞിനോടും തനിക്കുണ്ട്. പൊടുന്നനെ ഹർഷേട്ടൻ ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കുളിക്കുന്നതിനിടയിൽ ഇറങ്ങി വന്നതാണെന്ന് തോന്നുന്നു. തലയിൽ നിന്നും നിർത്താതെ വെള്ളം ഇറ്റി വീഴുന്നുണ്ട്. അവൻ വാതിൽക്കലേക്കൊന്ന് നോക്കിയപ്പോൾ വൈഗ ചൂളിപ്പോയി. ഹർഷൻ ഒരക്ഷരം മിണ്ടാതെ കുഞ്ഞിനെയും എടുത്ത് വേഗത്തിൽ കിച്ചണിലേക്ക് നടന്നു. വരുമ്പോൾ വാങ്ങിയ പാൽ അല്പം പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു. വൈഗ അതെല്ലാം കണ്ട് അങ്ങനെ നിന്നതേ ഉള്ളൂ. ഹർഷനിൽ നിന്നും കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ അവനെ ഒന്ന് സഹായിക്കാനോ അപ്പോൾ വൈഗക്ക് തോന്നിയില്ല. ഒന്നും മിണ്ടാതെ അവൾ ബാൽക്കണിയിലേക്ക് തന്നെ നടന്നു. ബാൽക്കണിയിൽ വെറുതെ നഗരക്കാഴ്ചകൾ കണ്ടു നിൽക്കുകയായിരുന്നു വൈഗ. തൻ്റെ തൊട്ടരികിൽ ഒരു നിഴൽ അനങ്ങുന്ന പോലെ തോന്നവെയാണ് അവൾ ഞെട്ടി പിന്നോട്ട് നോക്കുന്നത്. തൊട്ടരികിൽ ഹർഷനാണെന്ന് കണ്ടതും അവൾ നോട്ടം മാറ്റി കഴിഞ്ഞിരുന്നു. തനിക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു അല്ലേ? ചെറിയ പതർച്ച ഉണ്ടായിരുന്നുവെങ്കിലും ഒട്ടും മുഖവുരയില്ലാതെ ആ ചോദ്യം അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നുപോയി. തൻ്റെ ഈ നോട്ടത്തിൻ്റെ അർത്ഥമെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സത്യമായിട്ടും ഞാൻ വിവാഹശേഷമാണ് അതറിയുന്നത്. മുന്നേ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു സാഹസത്തിന് മുതിരില്ലായിരുന്നു. വൈഗയുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു വന്നിരുന്നു. പേരെന്തായിരുന്നു? സാഗർ. അവിടെ നാട്ടിൽ തന്നെ ഉള്ളതാണോ? എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. വൈഗ, തനിക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം നമുക്ക് ഡിവോഴ്സിന് കൊടുക്കാം. സാഗർ തന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ഒഴിഞ്ഞു തരാൻ യാതൊരുവിധ മടിയുമില്ല, ഹർഷൻ കൂട്ടിച്ചേർത്തു. പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ? എന്തിനാ എന്നെ ഇതിലോട്ട് വലിച്ചിട്ടത്? വൈഗ അണപൊട്ടി വരുന്ന ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു. എന്നിൽ അച്ഛൻ അല്പ സ്വാർത്ഥനായിപ്പോയി വൈഗ. എന്നെ സ്വീകരിച്ചില്ലെങ്കിലും കുഞ്ഞിന് വേണ്ടി നേരെ നീ കണ്ണടക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അവിടെയും എനിക്ക് തെറ്റുപറ്റി. ഹർഷൻ്റെ മുഖത്ത് വേദന നിഴലിച്ചു. സാഗർ എവിടെയാണെങ്കിലും ഞാൻ വിളിച്ച് സംസാരിക്കാം, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞാനും കുഞ്ഞും ഒരിക്കലും തനിക്കൊരു ശല്യമാവില്ല. ഹർഷൻ്റെ വാക്കുകൾ കേൾക്കെ അവളിൽ തെല്ലു ദയ പോലും തോന്നുന്നില്ലായിരുന്നു. ഇതിനേക്കാളേറെ ഞാൻ എല്ലാവരോടും അപേക്ഷിച്ചതല്ലേ, ഇഷ്ടമില്ലാത്ത ജീവിതത്തിലേക്ക് തള്ളിവിടരുതെന്ന് കാലുപിടിച്ച് കെഞ്ചിയതല്ലേ. ഹർഷൻ അകന്നു പോയിട്ടും വൈഗ അതേ നിൽപ്പ് തുടർന്നു. അകത്തു നിന്നും കുഞ്ഞ് നിർത്താതെ കരയുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് പാട്ട് പാടിക്കൊടുത്തും ഹർഷൻ ഹാളിലൂടെ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വൈഗ ആ ഭാഗത്തേക്ക് ചെന്നതേയില്ല.
അവളുടെ മനസ്സിൽ അപ്പോഴും ഹർഷൻ പറഞ്ഞിട്ട് പോയ വാക്കുകളായിരുന്നു. ഒരിക്കലും ഏത് സാഹചര്യത്തിലായാലും സാഗർ തന്നെ കൈവിടില്ല എന്ന് വൈഗയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഹർഷൻ പറഞ്ഞ പോലെ 1 വർഷത്തിനുള്ളിൽ ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെ അവൾ മനസ്സിൽ കൂട്ടിയും കിഴിച്ചും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. വൈഗെ, പതിവില്ലാതെ ഹർഷൻ്റെ മുഖത്ത് ഒരു പരിഭ്രമം തോന്നി വൈഗയ്ക്ക്. ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ഈ ദിവസം വരെ ഹർഷൻ തന്നെ ഒന്നിനു വേണ്ടിയും നിർബന്ധിച്ചിട്ടില്ല. കുഞ്ഞിൻ്റെ ഒരു ആവശ്യവും തന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല. 2 ആഴ്ചയായി ഹർഷൻ ഓഫീസിലും പോവാറില്ല. എടോ, എനിക്ക് നാളെ ഒരു ബിസിനസ് ടൂർ ഉണ്ട്. 1-2 ദിവസത്തെ കാര്യമുള്ളൂ. ഒഴിവാക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. 1 മാസത്തെ ലോങ് ലീവിന് കൊടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ പോയേ പറ്റൂ. മുഖവുരയോടെയാണ് ഹർഷൻ സംസാരിച്ചു തുടങ്ങിയത്. മോനെ എന്ത് ചെയ്യണമെന്ന് എത്ര ആലോചിച്ചിട്ടും അവനൊന്ന് പറഞ്ഞു നിർത്തി വൈഗയെ നോക്കി. തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ വരുന്നവരെ മോനെ ഒന്ന് നോക്കാവോ? ജസ്റ്റ് 4 ഡേയ്സ് പ്ലീസ്. പറ്റില്ല. വൈഗയുടെ മറുപടിയും പെട്ടെന്ന് വന്നു. ഹർഷൻ്റെ മുഖത്ത് പ്രതീക്ഷിക്കാത്തതെന്തോ കേട്ട ഭാവമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇതുപോലെയുള്ള ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് എന്നോട് ഇറക്കണ്ട എന്ന്. നിങ്ങൾ പോയി വരുമ്പോഴേക്കും ഞാൻ കുഞ്ഞുമായി അടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ അല്ലേ? വൈഗ ചോദിച്ചു. വൈഗ, താൻ എന്നെ ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? പിന്നെ ഭാര്യ മരിച്ച് 1 മാസം തികയുന്നതിന് മുമ്പേ അവരുടെ അനുജത്തിയെ വിവാഹം ചെയ്ത് നിങ്ങളെ ഞാൻ ദൈവതുല്യനായി കാണണോ? വൈഗ അവന് നേരെ മുരണ്ടു. സ്റ്റോപ്പ് ഇറ്റ് വൈഗ, ഇനഫ്. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി നിർത്തിക്കോ. ഹർഷൻ കൈപ്പത്തി ഉയർത്തി കാണിച്ചു. ഹാളിലിരുന്ന കുഞ്ഞിനെയും കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും നോക്കി വൈഗ അവിടെ തന്നെ നിന്നു. രാവിലെ പോയ ഹർഷൻ കുഞ്ഞുമായി തിരികെ വരുന്നത് പിന്നെ രാത്രിയിൽ എപ്പോഴോ ആണ്. എവിടെ പോയി എന്നോ ഭക്ഷണം കഴിച്ചോ എന്നോ ഒന്നും വൈഗ അന്വേഷിച്ചില്ല. കുഞ്ഞപ്പോഴേക്കും അവൻ്റെ തോളിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു. വൈഗ, എനിക്ക് നാളെ പോയേ പറ്റൂ. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഫ്ലാറ്റിൽ ഒരു സ്ത്രീ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. അവർക്ക് കുറച്ച് കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. രാത്രി കിടക്കാൻ നേരം മാത്രമേ മോനെ ഇങ്ങ് കൊണ്ടുവരൂ. അപ്പോൾ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ? ഒരു അധികാരത്തിൻ്റെ പേരിലുമല്ല, ഒരച്ഛൻ്റെ അപേക്ഷയായി കണക്കാക്കണം. ഹർഷൻ്റെ കണ്ണുകൾ ഓളം വെട്ടി. അത് കാണി വൈഗയ്ക്ക് വല്ലായ്മ തോന്നി. വൈഗ അല്പനിമിഷം ചിന്തിച്ചു നിന്നു. പിന്നെ ഒട്ടും ഫലമില്ലാതെ ഒരു നേർത്ത മൂളൽ അവളിൽ നിന്നും മറുപടിയായി വന്നു. ഹർഷൻ ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വിട്ടു. പിറ്റേന്ന് രാവിലെ തന്നെ ഹർഷൻ ഇറങ്ങി. കുഞ്ഞിനെ ശ്രദ്ധിക്കണേ എന്ന് പലവട്ടം ഓർമ്മിപ്പിച്ചായിരുന്നു അവൻ പോയത്. ഹർഷൻ ഇറങ്ങിയിട്ടും കുഞ്ഞ് ഏറെ നേരം ഉറങ്ങി. രാവിലെ ഒരു 8 മണിയായപ്പോഴാണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത്. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ്. അല്പം തടിച്ച് ഇരുനിറമുള്ള ഒരു സ്ത്രീ. മോനെ നോക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാനിവിടെ 2ാമത്തെ നിലയിലാണ് താമസം. കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് സാറ് പറഞ്ഞത്. ആ, അകത്തുണ്ട്, പോയി എടുത്തോ. വൈഗ അവർക്ക് വഴി മാറിക്കൊടുത്തു. വൈഗയുടെ അസ്വാഭാവികമായ പെരുമാറ്റം കാണി അവരുടെ നെറ്റി ചൊളിഞ്ഞു. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവർ ഉള്ളിൽ കയറി കുഞ്ഞിനെ എടുത്തു. മോള് ജോലിക്ക് പോവാണോ? അതാണോ കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞത്? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. പിന്നെന്തിനാ മോനെ നോക്കാൻ ഏൽപ്പിക്കുന്നത്? അവരിൽ അതിശയം. എനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട്. ചരിത്രവും ഭൂമിശാസ്ത്രവും അറിഞ്ഞാലേ നിങ്ങൾ കൊച്ചിനെ നോക്കത്തുള്ളൂ. ആവശ്യത്തിന് പണം തരുന്നുണ്ടല്ലോ, പിന്നെന്താ ഇതിന് മാത്രം സംശയം? രാത്രി ഇങ്ങ് കൊണ്ടുവന്നോ, ഞാനിവിടെ ഉണ്ടാവും. ഇനി അവിടെ തന്നെ കിടത്തി ഉറക്കുവാണെങ്കിൽ അത്രയും സന്തോഷം. വൈഗ അത്രയും പറഞ്ഞുകൊണ്ട് ഫ്ലാറ്റിൻ്റെ ഡോർ അവർക്ക് മുന്നിൽ കൊട്ടിയടച്ചു. അല്ലെങ്കിലും ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക് ദൈവം കുഞ്ഞിനെ കൊടുക്കില്ലല്ലോ. ഇങ്ങനെ യോഗ്യത ഇല്ലാത്തവർക്കല്ലേ പൊന്നുംകുടം പോലെയുള്ള മക്കളെ കൊടുക്കുന്നത്. അവർ വിവാഹം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ടും പൂക്കാത്ത തൻ്റെ ഗർഭപാത്രത്തെക്കുറിച്ച് പറഞ്ഞ് ദൈവത്തോട് കലഹിച്ചുകൊണ്ട് ആ കുഞ്ഞിനെയുമായി ഫ്ലാറ്റിലേക്ക് നടന്നു. കൊച്ചി, എനിക്ക് ദേഹം ഒട്ടാകെ വേദനിക്കുവാണ്. ആകെ മൊത്തം ഒരു വെല്ലായ്മ. പനി വരാനുള്ള ഒരുക്കാണെന്ന് തോന്നുന്നു. ഇന്ന് മോള് നോക്കുവോ കുഞ്ഞിനെ? എൻ്റെ കൂടെ ഇരുന്ന് അതിന് പനി വരണ്ട എന്ന് കരുതിയ ഇന്നത്തെ ദിവസം എനിക്ക് പൈസ തരണ്ട. കുഞ്ഞിനെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളെ ഏൽപ്പിച്ചത്. പറ്റില്ലെങ്കിൽ അപ്പോഴേ പറയാമായിരുന്നില്ലേ? വൈഗക്ക് ആദ്യം ദേഷ്യമാണ് വന്നത്.
മോളെ എനിക്ക് നോക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. കൊച്ചു കുഞ്ഞല്ലേ, പനി പിടിച്ചാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? മരുന്ന് കൊടുത്ത് ഭേദാക്കണം. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ കൂടുതൽ തല പുകക്കാൻ നിൽക്കണ്ട. കുഞ്ഞിനെ എടുത്തു പോവാൻ നോക്ക്. വൈഗ ഭ്രാന്തെടുത്ത പോലെ അവർക്ക് നേരെ ഉറഞ്ഞു തുള്ളി. ആ സ്ത്രീക്ക് അവളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നി. പത്രത്തിലും ടി വിയിലുമെല്ലാം ഓരോന്ന് കേൾക്കുന്നതാ. കുഞ്ഞിനെ കൊന്ന് കാമുകൻ്റെ കൂടെ പോകുന്നതും സ്വയം ജീവൻ എടുക്കുന്നതുമെല്ലാം ഇപ്പോൾ പരക്കെ നടക്കുന്നതാണ്. താൻ ഇവിടെ ആക്കിപ്പോയാൽ ഇതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഭീതിയായിരുന്നു അപ്പോൾ അവരിൽ. കൂടുതൽ തർക്കത്തിനൊന്നും മുതിരാതെ അവർ കുഞ്ഞിനെയും എടുത്ത് തൻ്റെ ഫ്ലാറ്റിലേക്ക് നടന്നു. പോകുന്ന പോക്കിൽ വൈകിയെ ഉള്ളാലെ ഒന്ന് പ്രാകാനും അവർ മറന്നില്ല. അവർ ചുണ്ടിനിടയിലിട്ട് ഞെരിച്ചു പോകുന്ന ശാപവാക്കുകൾ വൈകക്ക് കേൾക്കാമെങ്കിലും അവൾ അതിൽ പ്രത്യേകിച്ച് ചലനമൊന്നും ഉണ്ടാക്കിയില്ല. വൈഗ തൻ്റെ ഉള്ളിൽ ഇത്രയും ദുഷിപ്പാണെന്ന് ഞാൻ കരുതിയില്ല. പനി പിടിച്ച കുഞ്ഞിനെ പോലും നോക്കാൻ പറ്റാത്ത അത്രയും വലിയ തെറ്റാണോ ഞാൻ തന്നോട് ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ എന്ത് പരിഹാരം വേണമെങ്കിലും കാണാമെന്ന്. എന്നോടുള്ള ദേഷ്യം ഒരിക്കലും താൻ എൻ്റെ കുഞ്ഞിനോട് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹർഷൻ തൻ്റെ പൈതലിനെ തോളിലേക്ക് ഇട്ടുകൊണ്ട് വൈഗയെ തന്നെ തുറച്ചു വെച്ച് നോക്കി. കാലത്തെയാണ് ഹർഷൻ തിരിച്ചെത്തിയത്. ഹർഷൻ വന്ന് കുഞ്ഞിനെ എടുത്തു നോക്കുമ്പോൾ തൊട്ടാൽ പൊള്ളുന്ന പനിയാണ്. ബെഡിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് ഒന്ന് എത്തിപ്പോലും നോക്കാതെ ഫോണിലും കളിച്ചിരിപ്പായിരുന്നു വൈഗ അന്നേരം. ഹർഷൻ അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. നിങ്ങളിങ്ങനെ ശബ്ദമുയർത്തിയാൽ ഞാൻ പേടിച്ച് കളയും എന്നൊന്നും കരുതേണ്ട. നിങ്ങളുടെ കുഞ്ഞാണ്. നിങ്ങൾ പോകുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ എന്നെക്കൊണ്ട് നോക്കാൻ കഴിയില്ല എന്ന്. രാത്രി മാത്രമായിരുന്നു നമ്മൾ തമ്മിലുള്ള ഉടമ്പടി. നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ നിങ്ങൾ തന്നെ നോക്കണമായിരുന്നു. അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വയ്യെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഏർപ്പാടാക്കണമായിരുന്നു. ഒരു ഉളുപ്പുമില്ലാതെ സ്വയം ന്യായീകരിക്കുന്ന അവളെ കാണെ ഹർഷന് ദേഷ്യം തോന്നി. ഒരക്ഷരം മിണ്ടാതെ ഹർഷൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. വൈഗ ചുണ്ടുകൂട്ടിക്കൊണ്ട് തിരികെ സോഫയിലേക്ക് തന്നെ ഇരുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം അലയടിച്ചു വരുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് കുഞ്ഞിനെ നോക്കുന്ന ചേച്ചി തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്നത്. രാത്രി ഒന്നുറങ്ങി കുഞ്ഞിനെ തൊട്ട് നോക്കുമ്പോഴാണ് കുഞ്ഞിന് തൊട്ടാൽ പൊള്ളുന്ന പനിയാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം വൈഗ ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ നെറ്റിയിൽ തുണി വെച്ചു കൊടുത്തും നനഞ്ഞ തുണി വെച്ച് തുടച്ചു കൊടുത്തും ഇടയ്ക്കിടെ പനിയുടെ മരുന്നൊക്കെ കൊടുത്തും അവൾ കയ്യിൽ നിന്നും താഴെ വെക്കാതെ അവനെയും മാറോടടക്കി ആ മുറിയിൽ തന്നെ നടന്നു. മുലപ്പാലിന് കീഴുന്ന കുഞ്ഞിന് പ്ലാസ്റ്റിക് കുപ്പിയിലെ പാല് കൊടുക്കുമ്പോൾ അവളിൽ സങ്കടം അണപൊട്ടി ഒഴുകി. തൻ്റെ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് 100 വട്ടം അവൾ ചിന്തിച്ചു. പുലർച്ചെ എപ്പോഴോ അവൻ ഉറങ്ങിയിട്ടും തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. നേരം വെളുത്ത് അവനെ ഡോക്ടറെ കാണിക്കുന്നവരെ തീരെ സമാധാനം ഇല്ലായിരുന്നു. നേരം പുലർന്നു കഴിഞ്ഞാൽ ഹർഷനോട് എങ്ങനെയെങ്കിലും തിരികെ വരാൻ പറയണമെന്ന് തന്നെയായിരുന്നു തീരുമാനിച്ചതും. രാവിലെ ബെൽ കേട്ടാണ് വാതിൽ തുറന്നപ്പോൾ ഹർഷനെ കാണവേ വൈഗക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. അന്നേരമാണ് അവൾക്ക് ശ്വാസം നേരെ വീണതുപോലും. പക്ഷേ ഹർഷനെ കണ്ടപ്പോൾ അവളിലെ ദുരഭിമാനം തലപൊക്കി തുടങ്ങി. ഒരിക്കലും ഹർഷൻ്റെ മുന്നിൽ വെച്ച് ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ അവൾക്ക് തോന്നുന്നില്ലായിരുന്നു. തനിക്കിപ്പോഴും കുഞ്ഞിനോട് അടുപ്പമുണ്ടെന്ന് ഹർഷൻ അറിയരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതയാൾ തുടർന്നു മുതലെടുത്താലോ എന്നവൾ ഭയപ്പെട്ടു. അതുകൊണ്ടായിരുന്നു ഈ പറയാൻ പറ്റാത്ത വാക്കുകൾ അത്രയും പറഞ്ഞു തീർത്തത്. അത്രയെങ്കിലും അവർ അർഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം തുലച്ചതിനുള്ള ശിക്ഷയായിട്ടെങ്കിലും അവരത് കേട്ടേ പറ്റൂ. ഓരോന്നോർത്ത് വൈഗ അങ്ങനെ തന്നെ ഇരുന്നു പോയി. എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ഒരു മുഖവുരയോടെയാണ് ഹർഷൻ അത് പറഞ്ഞു തുടങ്ങിയത്. വെറുതെ ബാൽക്കണിയിലിരുന്ന് നഗരക്കാഴ്ചകൾ കാണുകയായിരുന്ന വൈഗ മുഖമുയർത്തി ഹർഷനെ ഒന്ന് നോക്കി. അവൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഹർഷൻ പറഞ്ഞു തുടങ്ങി. തനിക്ക് വിവാഹത്തിന് മുന്നേ മറ്റൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് നമ്മുടെ വിവാഹത്തിന് ശേഷമാണ്. തെറ്റിപ്പറ്റിപ്പോയി തിരുത്താൻ പറ്റാത്ത അത്രയും വലിയ തെറ്റ്. തന്നെ ഒരിക്കലും ഇതിലേക്ക് വലിച്ചിഴക്കരുതായിരുന്നു. താൻ എന്നോട് ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും എന്നെക്കൊണ്ടാവും വിധം തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തി. സാഗർ, അത് തന്നെയല്ലേ ആളുടെ പേര്? ഹർഷൻ്റെ തുടർന്നുള്ള ചോദ്യത്തിൽ വൈഗ ഒന്ന് പതറിപ്പോയി. ഹേയ് റിലാക്സ്, ഞാൻ മുഴുവൻ പറയട്ടെ. എന്തോ വല്ലാത്തൊരു ആത്മസംഘർഷം വൈഗയുടെ മുഖത്ത് നിറയുന്നുണ്ടായിരുന്നു.
വൈഗ, ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ? വൈഗ മറുപടി ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ഞാൻ തന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ സാഗർ തന്നെ സ്വീകരിക്കാൻ തയ്യാറാകുമോ? എൻ്റെ ജീവിതം ഏകദേശം കഴിഞ്ഞു. തനിക്കാണെങ്കിൽ എന്നെയോ കുഞ്ഞിനെയോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് താൻ പറഞ്ഞും കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനിയും ഇതൊന്നും തുടർന്നു കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥവുമില്ല. സാഗർ തന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും, എന്ത് പ്രതിസന്ധി വന്നാലും. ചേട്ടൻ ഭാര്യയുടെ രണ്ടാം കെട്ട് നടത്താൻ മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണോ? വൈഗയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുച്ഛച്ചിരി നിറഞ്ഞു. താൻ എന്നെ സംശയിക്കുകയൊന്നും വേണ്ട. ഇതൊന്നും തൻ്റെ സഹതാപം പിടിച്ചു കയറ്റാൻ ചെയ്യുന്നതല്ല. എനിക്ക് കഴിയുന്നില്ല. വിദ്യയുടെ കൂടെ വീട്ടിൽ വരുമ്പോഴൊക്കെ താൻ എത്ര നന്നായിട്ടായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. ഇപ്പോൾ താനിങ്ങനെ മിണ്ടാതെയും മറ്റും നടക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാ. അന്ന് ഞാൻ കണ്ടിരുന്നത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവായിട്ടായിരുന്നു, അതായത് എൻ്റെ സ്വന്തം ആങ്ങളയുടെ സ്ഥാനത്ത്. പക്ഷെ ഇപ്പോൾ അതല്ലല്ലോ. ചേട്ടൻ്റെ പദവി എൻ്റെ ഭർത്താവ് എന്നതല്ലേ? വൈഗക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഹർഷൻ കുറ്റബോധത്തോടെ തല താഴ്ത്തി. ഇനി ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം സ്വീകരിച്ചാലും സകലരും എന്നെ കുറ്റം പറയും, എന്നെ കണ്ണിച്ചോരയില്ലാത്തവളാക്കും. പക്ഷേ അതിനിടയിൽ ഞാൻ ഉരുകി ഒലിച്ചു പോയ നിമിഷങ്ങൾ ആരും കണ്ടില്ലെന്ന് നടിക്കും. ഒന്ന് ആലോചിച്ചു നോക്ക്. ചേച്ചിയുടെ ഭർത്താവായി കണ്ടിരുന്ന മനുഷ്യനെ സ്വന്തം ഭർത്താവായി കാണാൻ നിർബന്ധിച്ച അച്ഛനും അമ്മയും എൻ്റെ എതിർപ്പിനെ പോലും അവിടെ വകവച്ചില്ല. എനിക്കുണ്ടായിരുന്നു ആഗ്രഹങ്ങളും മറ്റും എന്നവർ ചിന്തിച്ചില്ല. ലോകം മൊത്തം ഇനി എന്നെ കുറ്റക്കാരിയായി കണക്കാക്കും. ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ എന്നായിരിക്കും എല്ലാവരുടെയും പറച്ചിൽ. പക്ഷെ എനിക്കും ഒരു മനസ്സുണ്ട്. അത് നിങ്ങളെ അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കറിയാം വൈഗ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചത്. ഒരു കാര്യം മാത്രം ഞാൻ തുറന്ന് ചോദിച്ചോട്ടെ? തനിക്ക് ഇപ്പോഴും സാഗറിനെ ഇഷ്ടമാണോ? എൻ്റെ മനസ്സിൽ എന്നും സാഗർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹർഷൻ്റെ കൂടെ ജീവിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെയായിരിക്കും. അതിലിനി ഒരു മാറ്റവും ഇല്ല. വൈഗ പറഞ്ഞു നിർത്തി. ഹർഷൻ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ചിരിക്കിടയിലും അവൻ്റെ ഉള്ളിലെ വേദന മുഴച്ചു തന്നെ നിന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ എന്നൊരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്തപ്പോൾ. എൻ്റെ കൂടെ ജീവിച്ച് താൻ ഇനിയും കഷ്ടപ്പെടണ്ട. സാഗറിനെ തൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ എന്നെക്കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും. താൻ പറഞ്ഞ പോലെ ഞാൻ ഡിവോഴ്സ് തരുന്നതോടുകൂടെ ഹർഷൻ പിന്നെയും വിദ്യയുടെ മാത്രം ഭർത്താവായി ചുരുങ്ങും. അപ്പോൾ പിന്നെ പണ്ടത്തെ പോലെ എന്നൊരു ആങ്ങളയുടെ സ്ഥാനത്ത് തന്നെ കണ്ടേക്ക് വൈക. അവൻ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ തറയിലേക്ക് ചാടിയിരുന്നു. വൈഗക്ക് ആ കാഴ്ച കാണാൻ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇതിലും ഒരുപാട് താൻ കരഞ്ഞതല്ലേ എന്നൊരു ഭാവമായിരുന്നു അവളിൽ അന്നേരം. അച്ഛനും അമ്മയുമാണ് തന്നെ നിർബന്ധിച്ചതെങ്കിലും ഹർഷന് സ്വന്തമായി വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവകാശമുണ്ടായിരുന്നിട്ടും അവനത് ചെയ്തില്ല എന്നൊരു കുറ്റമായിരുന്നു വൈഗ അവനിൽ കണ്ടിരുന്നത്. ഹർഷൻ തൻ്റെ വാക്കുകൾ ഉറപ്പോടെ പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ വൈഗ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ ചെറുതല്ലാത്ത എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നാമ്പിട്ട് തുടങ്ങിയിരുന്നു. സാഗറുമായുള്ള ജീവിതം എന്നേക്കുമായി കൈവിട്ടു പോയതാണെന്ന് ഉറപ്പിച്ചതായിരുന്നു വൈഗ. പക്ഷേ അത് തിരികെ കൊണ്ടുതരാം എന്നാണ് ഹർഷൻ പറയുന്നത്. തനിക്ക് സാഗറിനെ കൂടെ ജീവിക്കാൻ കഴിയുമെന്ന് ഒരു ചെറിയ പ്രതീക്ഷ അവളുടെ ഉള്ളിൽ ഉടക്കി കഴിഞ്ഞിരുന്നു. അല്ലെങ്കിലും അവൾക്ക് സാഗറിനെ മാത്രമേ ആ സ്ഥാനത്ത് കാണാൻ കഴിയൂ. ഇവിടെ ഹർഷൻ്റെ ഭാര്യയായി വന്നതിന് ശേഷം പലപ്പോഴും സാഗറിനെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് കരുതിയെങ്കിലും മനഃപൂർവ്വം അതിനൊന്നും വൈഗ ശ്രമിച്ചില്ല. അല്ലെങ്കിലും അവൻ ഊഹിച്ചെടുത്ത് കാണും തൻ്റെ നിസ്സഹായാവസ്ഥ. തന്നെ അത്രയേറെ മനസ്സിലാക്കിയിട്ടുള്ളത് അവൻ മാത്രമാണ്. തനിക്ക് അവൻ വെറും കാമുകൻ മാത്രമായിരുന്നില്ല, മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഉറ്റ കൂട്ടുകാരൻ കൂടിയായിരുന്നു സാഗർ. നീണ്ട വർഷങ്ങൾ എടുത്തു പ്രണയത്തിൽ ഒരിക്കൽ പോലും സാഗർ അവളോട് മോശമായി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൈഗയോടുള്ള സാഗറിൻ്റെ സമീപനവും സംസാരവും പോലും അത്രയും ബഹുമാനവും സ്നേഹവും നിറഞ്ഞതായിരുന്നു. അങ്ങനെയുള്ള അവൻ തൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി തന്നെ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഹർഷൻ അന്ന് തിരികെ എത്തിയത്. ദുബായിലോട്ടുള്ള യാത്രയാണ് പറഞ്ഞിട്ടായിരുന്നു ഹർഷൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും അത് എന്തുകൊണ്ടോ വൈഗ അത് വിശ്വസിച്ചിരുന്നില്ല. ദുബായിലേക്കാണെന്ന് പറഞ്ഞ്
2 ദിവസം കൊണ്ട് അവൻ തിരികെ വരികയും ചെയ്തു. അവളുടെ സംശയം വെറുതെയായില്ല. വൈഗ, ഞാനായി ചെയ്ത തെറ്റുകൾ ഞാനായി തന്നെ തിരുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ ചിരിയോടെ പറയുന്ന ഹർഷനെ വൈഗ നോക്കി നിന്നുപോയി. തന്നെ വിവാഹം ചെയ്തതിന് ശേഷം ആ മനുഷ്യൻ്റെ മുഖത്ത് ഇന്നേ വരെ ഒരു പുഞ്ചിരി കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വൈഗ ഓർത്തുപോയി. അവൾ ശ്രദ്ധാപൂർവം അവനെ തന്നെ കേട്ടുകൊണ്ടിരുന്നു. നാട്ടിലൊന്ന് പോയതാണ് ഞാൻ. ഹർഷൻ്റെ പെട്ടെന്നുള്ള വെളിപ്പെടുത്തലിൽ വൈഗയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. വീട്ടിൽ പോയി തൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്നും കണ്ടിട്ടില്ല. നേരെ പോയത് സാഗറിൻ്റെ അടുത്തേക്കായിരുന്നു. അന്വേഷിച്ച് കണ്ടെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും കണ്ടെത്തുക തന്നെ ചെയ്തു. വൈഗയുടെ മിഴികൾ ഒരു നിമിഷം വിടർന്നു പോയി. സാഗറിൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഭാഗം മുഴുവൻ ഞാൻ അവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെറ്റുകളും ഞാൻ സ്വന്തമായി ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ ഒരു കാരണവശാലും ഒരു വഴിമുടക്കിയായി ഞാൻ വരില്ലെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അയാൾക്ക്. ഹർഷൻ വരുത്തി തീർത്ത ഒരു ചിരിയോടെ പറഞ്ഞു. ഒരു ചെറിയ കഷ്ണം വെള്ളക്കടലാസ് വൈഗയുടെ കയ്യിലേക്ക് ഹർഷൻ വെച്ചു കൊടുത്തു. സാഗറിൻ്റെ പുതിയ നമ്പറാണ്. സമയം പോലെ താൻ വിളിക്കണം. തൻ്റെ ഭാഗം ക്ലാരിഫൈ ചെയ്യണം. ഇനിയും ഞാൻ കാരണം താൻ പുതിയൊരു ജീവിതം തുടങ്ങാൻ കാത്തു നിൽക്കരുത്. താൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഭാവിയിൽ അർഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എൻ്റെ കാരണം ഇനിയും തൻ്റെ ജീവിതം മുരടിച്ച് തീർന്നുകൂടാ. ഒരു വേദന കലർന്ന ചിരിയോടെ തിരിഞ്ഞു നടക്കുന്ന ഹർഷനെ കാണെ വൈഗക്ക് അല്പം ആശ്വാസം തോന്നി. കയ്യിലിരിക്കുന്ന കടലാസിലേക്ക് നോക്കവേ വൈഗയുടെ ചുണ്ടിൻ്റെ കോണിൽ ആശ്വാസത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു. ഇവിടെ എത്തി പലവട്ടം സാഗറിൻ്റെ പഴയ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും എല്ലാം വെറുതെയായിരുന്നു. അവനെ താനൊന്ന് വിളിച്ച് എല്ലാം മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അവൻ തൻ്റെ ജീവിതത്തിലേക്ക് ഓടിയെത്തുമെന്ന് വൈഗക്ക് ഉറപ്പുണ്ടായിരുന്നു. സാഗറിൻ്റെ ഒപ്പമുള്ള ഒരു ജീവിതം വൈഗ പിന്നെയും കൊതിച്ചു തുടങ്ങി. താനും സാഗറും ഒരുമിച്ച് കഴിഞ്ഞാൽ ഹർഷന് പറ്റിയൊരു പെൺകുട്ടിയെ കണ്ട് പിടിച്ച് അവൻ്റെ വിവാഹവും നിർബന്ധിച്ച് നടത്തി കൊടുക്കണമെന്ന് അവൾ മനസ്സിൽ കണക്കുകൂട്ടി. അവൻ്റെ നമ്പറുള്ള കടലാസും കയ്യിലേക്ക് വെച്ചുകൊണ്ട് വൈഗ പിന്നീട് ഒരു സ്വപ്നലോകത്തിലായിരുന്നു. ആ സ്വപ്നലോകത്ത് അവൾക്കും സാഗറിനും ഒഴികെ മറ്റാർക്കും സ്ഥാനമില്ലായിരുന്നു. സാഗറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുമ്പോൾ വൈഗയിൽ വല്ലാത്തൊരു ആവേശമായിരുന്നു. ഒരിക്കൽ കൈവിട്ടു പോയ പ്രണയമാണ് തിരികെ തന്നിലേക്ക് തന്നെ വരാൻ പോകുന്നത്. അതിനുവേണ്ടി തൻ്റെ കൂടെ നിൽക്കുന്ന ഹർഷനോട് അവൾക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി. ഒന്നുമില്ലെങ്കിലും തൻ്റെ മാതാപിതാക്കൾക്ക് കാണാൻ കഴിയാതിരുന്ന മനസ്സ് ഹർഷൻ കാണുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ. ഹർഷൻ അന്ന് പക്ഷേ തീർത്തും മൂകനായിരുന്നു. ഒരു വേള ഹർഷൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ചപ്പോൾ വൈഗക്ക് സങ്കടം തോന്നി. ആദ്യം താലികെട്ടിയ ഭാര്യയുടെ മുൻകാമുകനുമായുള്ള രഹസ്യബന്ധം കണ്ടെത്തിയതിന് അവർ തീ കൊളുത്തി മരിച്ചു. സ്വന്തം ചേച്ചിയാണെങ്കിൽ കൂടെ അവൾ ആ മനുഷ്യനോടും കുഞ്ഞിനോടും ചെയ്തത് മാപ്പർഹിക്കാത്തത്ര വലിയ തെറ്റാണ്. വിദ്യക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത നടത്തിയ വിവാഹമായിരുന്നെങ്കിൽ കൂടെ പിന്നീട് അവൾ ഹർഷനൊപ്പം ഒത്തിരി സന്തോഷത്തിലായിരുന്നു. ഹർഷനുള്ള ലോകം സ്വർഗമാണെന്ന് അവൾ പലവട്ടം പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അത്രയും സ്നേഹിച്ചിട്ടും തൻ്റെ ചേച്ചി അയാളെ പിന്നെയും ചതിച്ചു. ഇനിയിപ്പോൾ താനും സാഗറും ഒന്നിച്ചു കഴിഞ്ഞാൽ ലോകം ഹർഷനെ മാത്രമേ പരിഹസിക്കൂ. അയാൾ കഴിവില്ലാത്തവനാണെന്നേ മുദ്ര കുത്തു. ഹർഷേട്ടാ, ഞാൻ കാരണം ഇനി നിങ്ങളും. ഏയ് എന്താ വൈക, ഞാൻ കാരണം താനാണ് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നത്. ഇനി എന്തായാലും അത് വേണ്ട. സാഗറിനൊപ്പം സന്തോഷമായി ജീവിക്കണം. ഹർഷൻ നേർത്ത ചിരിയോടെ പറയുമ്പോൾ അവളിൽ അല്പം ആശ്വാസം പടർന്നു. വേഗം ഇറങ്ങാൻ നോക്ക്. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം കേട്ടോ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് വസ്ത്രം മാറാൻ പോകുന്നവനെ അവൾ ബഹുമാനത്തോടെ നോക്കി നിന്നുപോയി. കടൽ തീരത്ത് അസ്തമയ സൂര്യനെ നോക്കി നിൽക്കുന്ന സാഗറിനെ ഒരു നോട്ടം കാണെ അവൾ വിതുമ്പിപ്പോയിരുന്നു. ഓടിപ്പിടഞ്ഞു പോയി പരിസരം മറന്ന് അവനെ ഇറുകെ പുണരുന്ന വൈകിയെ നോക്കി ഹർഷൻ കുഞ്ഞിനെയും കൊണ്ട് തിരിഞ്ഞു നടന്നു. ആളും ആരവവും ഒഴിഞ്ഞ ഒരിടത്ത് കുഞ്ഞിനെയും കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വൈഗ സാഗറിനെ പുണർന്ന് നിൽക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. സാഗർ, എനിക്കിത് വിശ്വസിക്കാൻ വയ്യടാ. ഇനി ഇതുപോലെ നിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നല്ലടാ. വൈഗ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വിങ്ങി വിരഹം പറഞ്ഞു തീർത്തു. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം സാഗർ. ആരുമില്ലാത്തൊരു ലോകത്ത് എനിക്കിനിയും ഇങ്ങനെ ഉരുകി ജീവിക്കാൻ വയ്യടാ. അതെന്താ, നിനക്ക് അവനെ മടുത്തോ? ഒട്ടും പതർച്ചയില്ലാതെ സാഗറിൻ്റെ സ്വരം.
വൈഗ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. വൈഗയുടെ കണ്ണുകളിൽ അവിശ്വസനീയത. സാഗർ, എന്താ നീ അങ്ങനെ ചോദിച്ചത്? അവൾ അവനിൽ നിന്നും ഒരടി മാറി നിന്നു. എന്നെ മടുത്തിട്ടാണല്ലോ നീ നിന്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ പോയത്. ഇപ്പോൾ നിനക്ക് അവനെയും മടുത്തോ എന്ന്. സാഗറിൽ പുച്ഛം നിറഞ്ഞു. നീ നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? വൈഗ ഉറക്കെ കരഞ്ഞുപോയി. നിർത്തടി, നീയൊക്കെ ഒരു പെണ്ണാണോ? താലി കെട്ടിയ ഭർത്താവിനെയും കൊണ്ട് കാമുകനെ തിരക്കി വന്നേക്കുന്നു അവൾ. ഇനി നാളെ ഒരു ദിവസം നിന്റെ മനസ്സ് ഇതുപോലെ മാറിയാൽ ഞാൻ നിന്നെയും കൊണ്ട് ഇതുപോലെ തിരിച്ച് അവൻ്റെ അടുത്തേക്ക് വരേണ്ടി വരുമോ? സാഗർ! അവളുടെ സ്വരം കടലിലെ പ്രക്ഷുബ്ധമായ തിരമാലകൾക്കും മീതെ ഉയർന്നു. അവൾ ആകെ തളർന്നു പോകുന്നുണ്ടായിരുന്നു. ജീവനെ പോലെ സ്നേഹിച്ച ഒരുവൻ്റെ വാക്കുകൾ. അലറണ്ട, നിന്നോടൊരിത്തിരി ബഹുമാനം എനിക്കുണ്ടായിരുന്നു. അത് ഹർഷനെ നീ വിവാഹം കഴിച്ചിട്ടും നഷ്ടപ്പെടാതെ തന്നെ അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മനുഷ്യനെ നിന്റെ കാര്യം നടത്തിക്കാൻ എൻ്റെ വീട്ടിലേക്ക് അയച്ച അന്ന് ആ ബഹുമാനം തീർന്നു. നിന്നെയാണല്ലോ ഞാൻ സ്നേഹിച്ചിരുന്നത്. തെരുവിലിറങ്ങി ശരീരം വിൽക്കുന്നവർക്കുണ്ടാവും നിന്നേക്കാൾ അന്തസ്സ്. മതി, നിർത്ത്. വൈഗ കൈ ഉയർത്തി അവനെ തടഞ്ഞു. അവളുടെ മൂക്കിൻ തുമ്പ് പോലും ചുവന്ന് വിറച്ചു വരുന്നുണ്ടായിരുന്നു. നിനക്ക് ഇതൊക്കെ കേട്ട് അഭിമാനത്തിന് കോട്ടം തട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിലും അതുള്ളവർക്കല്ലേ പോവൂ. സാഗർ പറഞ്ഞു നിർത്തിയിടത്ത് വൈഗയുടെ കൈകൾ ഉയർന്നു. കൈ നീട്ടി അവൾ അടിച്ച അടിയിൽ അവൻ ഒരു വശം ചാഞ്ഞുപോയി. കഴിഞ്ഞു, നീയും ഞാനുമുള്ള സകല ബന്ധവും കഴിഞ്ഞു. ഇനി നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത്. ഇനി നിന്നെ തിരഞ്ഞ് എൻ്റെ നിഴൽ പോലും നിൻ്റെ അടുത്തേക്ക് വരില്ല സാഗർ. ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് നീയും വരരുത്. വിരൽ ചൂണ്ടി പറയുന്നവളിൽ അടങ്ങാത്ത രോഷം അലതല്ലുന്നുണ്ടായിരുന്നു. കിട്ടിയ അടി ചൂടോടെ തിരിച്ചു തല്ലാൻ ഒരുങ്ങിയ സാഗറിൻ്റെ കയ്യിൽ ഞൊടിയിടയിൽ കാറ്റുപോലെ വന്ന് ഹർഷൻ പിടുത്തം വിട്ടു കഴിഞ്ഞിരുന്നു. സാഗർ, നോ! അവൻ്റെ കണ്ണുകളിൽ കനൽ. സാഗർ ഹർഷൻ്റെ മുഖത്ത് പരിഹാസത്തോടെ നോക്കിക്കൊണ്ട് കൈ കുടഞ്ഞു മാറ്റി. നിനക്ക് ഇവനോട് ഒരു പിണ്ണാക്കില്ലല്ലോ. ഇവന് നിന്നോട് ഏതാണ്ടൊക്കെയോ ഉണ്ട്. നിന്ന് കത്തുന്നത് കണ്ടില്ലേ ഇവൻ? ഇരുവരെയും നോക്കി പരിഹാസത്തോടെ സാഗർ പറഞ്ഞു. ഒരക്ഷരം മറുപടി പറയാതെ തിരിഞ്ഞു നടക്കുമ്പോൾ അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവുമെന്ന് കരുതിയവനാണ് അന്തസ്സിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിലും അവൻ ഉപയോഗിച്ച് മടുത്ത നിന്നെ ഇനി ആർക്ക് വേണമെടി? പുറകിൽ നിന്നും ഒട്ടും തോൽക്കാൻ തയ്യാറാവാത്ത വിധം സാഗർ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എപ്പോഴോ വൈഗക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അല്ലെങ്കിലും ജീവിതത്തിലെ ഏക പ്രതീക്ഷയല്ലേ കുറച്ചു നിമിഷം മുന്നേ കെട്ടുപോയത്. ഇനി എവിടെയാണ് തനിക്കൊരു വെളിച്ചം? എല്ലാം ഇരുട്ടല്ലേ, കൂരാകൂരിരുട്ട്. വൈഗയുടെ കണ്ണുകൾക്ക് മേലേക്ക് മറിഞ്ഞു. അവൾ പതിയെ ഹർഷൻ്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീണു. തുടരും സൂര്യകാന്തി. ഒരു പാർട്ടോടുകൂടെ ഈ കഥ അവസാനിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.